ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ലവർ. നമ്മൾ ഇന്ന് 2023 റിലീസ് ആയിട്ടുള്ള ഒരു അടിപൊളി ചൈനീസ് ഡ്രാമയാണ് കാണാൻ പോകുന്നത്. ഇത് റീസെന്റ് റിലീസ് ആയിട്ടുള്ള ഒരു ഓൺഗോയിങ് ഡ്രാമയാണ്. എപ്പിസോഡ് റിലീസ് ആകുന്നതിനനുസരിച്ച് നമുക്ക് കണ്ടു തുടങ്ങാം. ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് നോക്കണേ. ഇതൊരു പുതിയ ഡ്രാമ ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാം. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എന്നാലേ നമ്മുടെ വീഡിയോസ് ഒക്കെ റെക്കമെൻഡേഷനിലേക്ക് പോകൂ. നമുക്കും എത്ര പെട്ടെന്ന് തന്നെ ഈ ഡ്രാമയുടെ എപ്പിസോഡ്സ് ഒക്കെ ഇട്ട് തീർക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പോ നമുക്ക് നേരെ തന്നെ ഈ ഡ്രാമയുടെ ഫസ്റ്റ് പാർട്ടിലേക്ക് പോകാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ കഥയുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹീറോയിനോട് അവളുടെ അമ്മ, മോളെ നീ അവനെ ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യരുത്, കാരണം നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്. നിന്റെ അച്ഛന്റെ കമ്പനിയെ അവനെ വിശ്വസിച്ചാണുള്ളത്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വഴക്കിട്ട് നടന്നാല് അത് നമ്മുടെ കുടുംബത്തിന് നല്ലതല്ല. പ്ലീസ് മോളെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കെന്ന് അമ്മ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇത് അവളുടെ റിയൽ അമ്മയല്ല, സ്റ്റെപ്പ് മദറാണ്. ഇവിടെ നിന്ന് കട്ട് ചെയ്താല് മറ്റൊരു ഭാഗത്ത് നമ്മുടെ കഥയുടെ ഹീറോയാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയാണെങ്കിൽ എവിടെ പോയാലും കണ്ണാടിയുണ്ടോ ഒന്ന് തേടി തേടി അവന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക തരം ക്യാരക്ടർ. അവൻ കഴിഞ്ഞ ലോകത്ത് വേറെ സുന്ദരന്മാരുള്ളൂ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരുത്തൻ. അപ്പൊ അവന്റെ അസിസ്റ്റന്റ് അവനോട് ചോദിക്കും, ബോസ് നിങ്ങൾ ചൈനയിലേക്ക് വന്നിരിക്കുവാണല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിനെ പോയി കാണണമെന്ന് തോന്നുന്നില്ലേ എന്ന്. വൈഫ് കീഫ് എന്ന് അവളെ കുറിച്ച് ഒരു അക്ഷരം നീ മിണ്ടിയ എനിക്ക് നല്ല ദേഷ്യം വരും. അതായിരിക്കും പിന്നെ നിന്റെ ലാസ്റ്റ് ഡേ. നോക്കിയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഹീറോ ഭയങ്കര ടെൻഷൻ ആകുന്നുണ്ട്. നമ്മുടെ ഹീറോയ്ക്ക് ഹീറോയിനെ കണ്ണെടുത്താലേ കണ്ടുകൂടാ. പക്ഷെ എങ്ങനെയോ രണ്ടുപേര് കല്യാണം കഴിഞ്ഞു. പക്ഷെ ഹീറോയുടെ അസിസ്റ്റന്റിന് മനസ്സ് വരാതെ ഹീറോയിന് കോൾ ചെയ്ത് ഇതേപോലെ ബോസ് ചൈനയിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ നിങ്ങളെ കാണാൻ വരാതെ അവരൊരു ക്ലബിലേക്കാണ് വരുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ ഇവിടെ വന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ അസിസ്റ്റന്റ് ഇൻഫോർമേഷൻ കൊടുക്കുന്നുണ്ട്. ഹീറോ ഒരു വലിയ ക്ലബിലേക്കാണ് വന്നിരിക്കുന്നത്. അവിടെ ഏതോ പാർട്ടി പോലെയൊക്കെ നടക്കുന്നുണ്ട്. വലിയ വലിയ റിച്ചസ്റ്റ് പീപ്പിൾസ് മാത്രമേ അവിടേക്ക് വരൂ. ഇവൻ വരുമ്പോഴേക്കും മുമ്പിൽ തന്നെ 2-3 പെണ്ണുങ്ങൾ നിൽക്കുന്നുണ്ട്. അതിൽ നടക്ക് നിൽക്കുന്ന ഒരു പെണ്ണിന് ഹീറോയുടെ മേലെ കണ്ണുണ്ടെന്നാ തോന്നുന്നത്. അയ്യോ, നിങ്ങൾ വന്നോ, നിങ്ങൾ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്റെ പാർട്ടിക്ക് വന്നതിന് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് അവനോട് കൊഞ്ചാനും കുഴയാനും ഒക്കെ അടുത്ത് വന്ന് നിൽക്കുവാണ്. പക്ഷെ ഹീറോ ആണെങ്കിൽ ഒരു ബെരുക് പിടിച്ച ക്യാരക്ടർ ആണല്ലോ. നോക്ക്, എന്റെ വഴിക്ക് മുമ്പേ ആരെങ്കിലും ഇങ്ങനെ വന്ന് നിന്നാൽ എനിക്ക് തീരെ ഇഷ്ടാവില്ല. ആവശ്യമില്ലാതെ എന്റെ വഴിക്ക് കുറുകെ വന്ന് നിൽക്കരുത്. ഇനിയൊരു തവണ ഇങ്ങനെ നടന്നാൽ ഞാൻ ചുമ്മാ ഇരിക്കില്ലെന്ന് പറഞ്ഞിട്ട് മുഖത്തടിച്ച പോലെ പറഞ്ഞിട്ട് പോകുവാണ്. ഇവളാണെങ്കിൽ ആകെ നാണം കെട്ടി പോകുന്നുണ്ട്. നമ്മുടെ ഹീറോ ഭയങ്കര റിച്ച് ആയ ഒരാളാണ്. അവൻ വന്നതും എല്ലാവരും എന്തോ സെലിബ്രിറ്റി വന്ന പോലെ അത്ഭുതത്തോടെയും ആരാധനയോടൊക്കെ നോക്കുന്നുണ്ട്. ഇവന്റെ ബോർഡ് മെമ്പേഴ്സ് വിളിച്ചതനുസരിച്ചാണ് ഇവൻ ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഹീറോയുടെ കമ്പനിയുടെ ഷെയർ വളരെ ഡൗണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവ കല്യാണം ചെയ്തിരിക്കുന്ന പെണ്ണിന്റെ ഫാമിലിക്കും ഇവന്റെ കമ്പനിയിൽ നിന്ന് ക്യാഷ് പോകുന്നത് കൊണ്ട് അവർ ചെയ്യുന്ന മിസ്റ്റേക്കിന് എല്ലാത്തിനും ആവശ്യമില്ലാതെ ഇവന്റെ കമ്പനിയിൽ നിന്ന് ക്യാഷ് പോകുന്നത് പോലെയാണുള്ളത്. അതുകൊണ്ട് കമ്പനിയുടെ റെപ്യൂട്ടേഷൻ നഷ്ടമായി. കമ്പനിയിൽ ഇത്രയധികം ഡിമാൻഡും ഡാമേജും ഉണ്ടായി. അതിനെല്ലാം നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? നിറയെ പേര് നമ്മുടെ കൂടെ കോപ്പറേറ്റ് പോലും ചെയ്യാൻ താല്പര്യമില്ലാതെ പ്രോജക്റ്റും ക്യാൻസൽ ചെയ്തു പോയി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവര് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. കറക്റ്റ് ആയിട്ട് ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വരുന്നുണ്ട്. അവളെ കണ്ടതും നേരത്തെ ഹീറോയുടെ വായിൽ നിന്ന് തേറി കേട്ടില്ലേ, ആ പെണ്ണിവളെ കണ്ടിട്ട് ഇവളെന്ത് കാര്യത്തിന് ഇവളേക്ക് കെട്ടിയെടുത്തിരിക്കുന്നേ? എങ്ങനെയെങ്കിലും ഹീറോയെ വളയ്ക്കാൻ നോക്കിയാല് കറക്റ്റ് സമയത്തിന് തന്നെ വന്നിരിക്കുകയാണല്ലോ നശൂല എന്ന് പറഞ്ഞ് ഭയങ്കര ടെൻഷൻ ആകുന്നുണ്ട് അവള്. ഇവിടെ ഹീറോയാണെങ്കിൽ എന്തിനാ നിങ്ങൾ ഇങ്ങനെ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ കലപുല കൂട്ടുന്നേ? ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം എന്നോട് പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി വിഷയമെല്ലാം ഞാൻ ഫേസ് ചെയ്തോളാം. ഇതൊരു പാർട്ടിയാണെന്ന് കരുതി വന്നാല് ഇവിടെ ഒരു കണ്ണാടി പോലും വെച്ചിട്ടില്ല നാശം പിടിക്കാനായിട്ട്. ഞാൻ ഇനി എന്റെ ഭംഗി അങ്ങനെ നോക്കുമെന്ന് പറഞ്ഞ് കമ്പനി ഡൗൺ ആയി പോകുന്നതിലല്ല, അവന് കണ്ണാടി നോക്കാൻ പറ്റാത്തതിലാണ് വിഷമം എന്ന് പറഞ്ഞ് ദേഷ്യം വന്ന് ഹീറോ ടെൻഷനായി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ കറക്റ്റ് ടൈമില് ഹീറോയിൻ ഇവനെ തേടി ഇവിടേക്ക് വരുന്നുണ്ട്. രണ്ടുപേരും കൂടി കൂട്ടിയിടിച്ച് താഴെ വീഴാനായിട്ട് പോകുന്നുണ്ട്. പക്ഷെ അവന്റെ ഭാര്യയാണ് അവൻ താങ്ങി പിടിച്ചിരിക്കുന്നെന്ന് അറിഞ്ഞ അടുത്ത സെക്കൻഡില് അവൻ പെട്ടെന്ന് തന്നെ കൈയെടുക്കുവാണ്. അസിസ്റ്റന്റ് പയ്യനാണ് പിന്നെ ഓടി വന്ന് പിടിക്കുന്നത്. എന്ത് പറ്റി ഡയറക്ടർ, നിങ്ങൾ ഇവിടേക്ക് വന്നത്? നമ്മുടെ വീട്ടിലേക്കല്ലേ വരേണ്ടത്? അതുകൊണ്ട് ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നതാ, വാ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ഹീറോയിൻ വിളിക്കുമ്പോ ഹീറോ വളരെ ടെൻഷനായിട്ട് ആരുടെ വീട്ടിലേക്ക് അടി വരേണ്ടതെന്ന് ചോദിക്കും. നമ്മുടെ വീട്ടിലേക്ക്. നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് അവള് ചോദിക്കുമ്പോ അവന്റെ കയ്യിലൊരു പേപ്പർ ഉണ്ട്, അത് വാങ്ങി നോക്കെന്ന് പറയും. ഹീറോയിനും അസിസ്റ്റന്റ് കയ്യിലിരിക്കുന്ന ആ പേപ്പർ വാങ്ങി നോക്കുമ്പോ അത് ഡിവോഴ്സിനുള്ള പേപ്പർ ആയിരിക്കും. എനിക്ക് നിന്നെ ഡിവോഴ്സ് ചെയ്യണമെന്ന് ഹീറോ അവളോട് പറയുവാണ്. ഇത് കേട്ട ഉടനെ തന്നെ ഹീറോയിൻ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ എന്നോട് ബിഹേവ് ചെയ്യുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് ചോദിക്കുമ്പോഴേക്കും ആ പെണ്ണുണ്ടല്ലോ അവൾ അവിടേക്ക് വരുന്നുണ്ട്. ഇത്ര വർഷം അവരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി തിന്നത് മതിയാകാതെ ഇനിയും പിടിച്ചു പറിക്കാനായിട്ട് വന്നിരിക്കുവാണോ? നിനക്കൊന്നും മാനവും മര്യാദ ഇല്ലേ എന്ന് അവളിങ്ങനെ ചോദിക്കുവാണ്. പക്ഷെ ഹീറോയിനാണെങ്കിൽ നോക്ക്, വരുന്നവരും പോകുന്നവരും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എന്തായിരുന്നാലും നമുക്ക് വീട്ടിൽ ചെന്ന് സംസാരിച്ചു തീർക്കാം വാ എന്ന് പറഞ്ഞ അവന്റെ കയ്യിൽ പിടിച്ച് വലിക്കുമ്പോ, ഹേയ് പറഞ്ഞത് പറഞ്ഞതാണ്, നിന്റെ ഫാമിലി മൊത്തം കള്ളം മാത്രം പറയുന്ന ടീംസാ, ഇനിയും നിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുമ്പോ നമ്മുടെ ഹീറോയിനും പിന്നാലെ പോകാനായിട്ട് തുടങ്ങിയതും ഈ നാശം പിടിച്ച പെണ്ണ് ഇടങ്കാലിട്ട് വീഴ്ത്തി അവൾ താഴെ ഇടുവാണ്.
ഹീറോയിൻ ആണെങ്കിൽ തലയിടിച്ചാണ് താഴെ വീഴുന്നത്. ആ സമയത്ത് പെട്ടെന്ന് ഹീറോയിന് ഏതോ ഗ്ലിച്ച് പോലെ മെമ്മറീസ് ഒക്കെ വന്നു പോകുന്നത് പോലെയുണ്ട്. അസിസ്റ്റന്റ് ഹീറോയോട് പറയുന്നുണ്ട്, സാർ മാഡത്തിന് തീരെ വയ്യ, നമുക്കും കൂട്ടിക്കൊണ്ടു പോകാമെന്ന്. ഹേയ്, ആംബുലൻസിന് കോള് ചെയ്യടാ, അവർ വന്ന് കൂട്ടിക്കൊണ്ടു പോക്കോളും, ഞാൻ എന്തിനാ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് പറഞ്ഞ് അവൻ കണ്ണിച്ചോരില്ലാത്ത പോലെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നു പോകുവാണ്. അപ്പോഴാണ് ഫ്ലാഷ് ബാക്കിൽ എന്താണ് നടന്നതെന്ന് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ ഈ കല്യാണം അവളുടെ ഇഷ്ടം കൊണ്ട് ചെയ്തതല്ല, ഇവളെ എങ്ങനെയെങ്കിലും പറ്റിച്ച് കല്യാണം ചെയ്ത് വെക്കാനായിട്ട് ഈ സ്റ്റെപ്പ് മദറും അവളുടെ അച്ഛനും പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ നമ്മുടെ ഹീറോയിന് ഇതിൽ തീരെ താല്പര്യമില്ല. ഈ സ്റ്റെപ്പ് മോമും അവളുടെ അച്ഛനും ചേർന്ന് ഇവളുടെ സ്വന്തം അമ്മയുടെ മരണത്തിന് വരെ കാരണക്കാരായിട്ടുണ്ട്. അവളുടെ അമ്മയുടെ നെക്ലസ് സ്റ്റെപ്പ് മോമിന്റെ കഴുത്തിൽ കിടക്കുന്നത് കണ്ട് എന്റെ അമ്മയുടെ നെക്ലസ് താടി എന്ന് പറഞ്ഞ് തട്ടിപ്പറിച്ച് വാങ്ങിയെടുക്കാനായിട്ട് വരുമ്പോ അവളുടെ അച്ഛൻ തന്നെ അവളെ പിടിച്ച് തള്ളിയിടുവാണ്. അപ്പോ വീണ വീഴ്ചയില് അവളുടെ തലയിടിച്ച് അവളുടെ മെമ്മറീസ് എല്ലാം അവൾക്ക് മറന്നുപോയി. അതിനുശേഷം ഇവളുടെ സ്വത്ത് മുഴുവനും കുറച്ചു കുറച്ചായിട്ട് ഇവരെ എഴുതി വാങ്ങാനും തുടങ്ങി. ഞാനാണ് അമ്മ, ഞാനാണ് അച്ഛൻ എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് നല്ലവരായിട്ട് നടിച്ച് ഇവളെ പറ്റിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇനി ഒരിക്കലും ഇവളുടെ പഴയ ഓർമ്മകളൊന്നും ഇവൾക്ക് തിരികെ വരില്ല എന്നായിരുന്നു അവര് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ തലയ്ക്ക് പിന്നെയും അടി കിട്ടിയത് കൊണ്ട് പോയ മെമ്മറീസ് എല്ലാം ഇവൾക്ക് തിരികെ വന്നിരിക്കുവാണ്. ഇതെല്ലാം അടുത്തിരിക്കുന്ന ഒരുത്തിനോട് അവള് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അത് അവളുടെ ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു. അപ്പോ ആ പയ്യനും ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോ നിന്റെ മെമ്മറീസ് എല്ലാം തിരികെ കിട്ടിയില്ലേ, സത്യമെല്ലാം അറിഞ്ഞു കഴിഞ്ഞു, ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നേ എന്ന്. ഫസ്റ്റ് ഇവരെല്ലാവരും എന്നെ പറ്റിച്ചാണ് എന്റെ സ്വത്തെല്ലാം തട്ടിയെടുത്തതെന്ന് ഞാൻ കോർട്ടിൽ കേസ് കൊടുക്കാൻ പോകുവാണ്. അതിനുശേഷം എന്റെ അച്ഛനെയും അവരുടെ ഭാര്യയെയും അവരുടെ മകൾ ഒരുത്തിയുണ്ട്, മൂന്നിനെയും ഞാൻ എന്റെ വീട്ടിൽ നിന്ന് അടിച്ചോടിക്കും. അതിനുശേഷം എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ല എന്ന് ചോദിക്കുമ്പോ, ഇല്ല നിന്റെ ഭർത്താവ് എന്നൊരുത്തനും കൂടി ഉണ്ടല്ലോ, അവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് ആ ഫ്രണ്ട് പയ്യൻ ചോദിക്കുവാണ്. പക്ഷെ അതിന് മാത്രം ഒരു മറുപടി പറയാനായിട്ട് നമ്മുടെ ഹീറോയിനെ കൊണ്ട് പറ്റുന്നില്ല. അതേസമയം ഇവിടെ ഹീറോയുടെ അസിസ്റ്റന്റ് ഹീറോയോട്, ബോസ് മാഡം ഒരു വിഷയം നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞിരുന്നെന്ന് പറഞ്ഞ് സംസാരിച്ചു തുടങ്ങുമ്പോ, എന്താ ഇനി, എന്താ പുതിയ അവളുടെ മനസ്സിലിരിപ്പെന്ന് അവൻ ചോദിക്കും. അറ്റ് ദ സെയിം ടൈം ഇവിടെ ഹീറോയിൻ, ഇൻ കേസ് എന്റെ മെമ്മറീസ് എന്നെ വിട്ടുപോകാതിരുന്നെങ്കിൽ ഇത്ര മോശമായ എണ്ണം കെട്ട ഒരുത്തനെ ഞാൻ എന്റെ ജന്മത്ത് കല്യാണം കഴിക്കില്ലായിരുന്നു. അവൻ എന്നോട് ഇന്നേ വരെ ചെയ്തതൊക്കെ അവന് തിരിച്ചടിക്കും, ഇതാണ് എന്റെ ഐഡിയ എന്ന് പറഞ്ഞതും ഇവിടെ അസിസ്റ്റന്റ് മാഡം നിങ്ങളോട് ഡിവോഴ്സ് ചോദിച്ചിരിക്കുവാണെന്ന് പറഞ്ഞതും ഇവൻ ഇത് കേട്ട് ആകെ ഷോക്ക് ആകുന്നുണ്ട്. ശരി, എത്ര വേണമെന്ന് അവള് പറയുന്നേ, എത്ര അവൾക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോ, ഇല്ല ബോസ്, അവർക്ക് പണമൊന്നും വേണ്ട പോലും, നിങ്ങളുടെ വീട് വിട്ട് തന്നെ പോകാൻ അവർ തയ്യാറാണെന്നാ പറയുന്നത്. ഇത് കേട്ടതും, എന്ത്, അവള് വീട് വിട്ട് പോകാമെന്ന് പറഞ്ഞോ, എന്താ ഇത് അത്ഭുതമായിട്ടുണ്ടല്ലോ, അവൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിയൊന്നും തലയിൽ വരാത്തതാണല്ലോ അല്ല എന്ന് ചോദിക്കുമ്പോ, ഇല്ല ബോസ്, മാഡത്തിന് തലയിൽ അടി കിട്ടിയതാണല്ലോ, അപ്പോ അവർക്ക് മെമ്മറീസ് എല്ലാം തിരികെ കിട്ടിയെന്നാ പറഞ്ഞത്. ഇത്രയും മോശമായ ഒരു രാക്ഷസനെ സ്നേഹിച്ചതോർത്ത് അവര് മനസ്സ് മടുത്തു പോയി, അത്രയും മോശമായവനാണ് നിങ്ങളെന്നാ മാഡം പറയുന്നത്. ഇതെല്ലാം അസിസ്റ്റന്റ് വന്ന് പറയുന്നത് കേട്ടിട്ട്, ഹേയ് എന്തിനാടാ ഇപ്പൊ അവൾക്ക് ഡിവോഴ്സ് വേണ്ടത്, ഇപ്പോ നീ വരെ അവൾ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുവാണെന്ന് പറഞ്ഞ് ഹീറോ ആകെ ടെൻഷൻ ആകാൻ തുടങ്ങിയതും അസിസ്റ്റന്റ് പയ്യൻ ചിരിച്ചിട്ട്, ബോസ് കൺഗ്രാറ്റുലേഷൻ ബോസ്, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഡിവോഴ്സ് കിട്ടാൻ പോകുവാണെന്ന് ഞാൻ തന്നെ സന്തോഷിച്ചിരിക്കുവാണ്. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നേ, ദൗഡിനെ തന്നെ സൈൻ ചെയ്യ് ഇതാ എന്ന് പറഞ്ഞിട്ട് കൊടുത്തതും നമ്മുടെ ഹീറോയ്ക്ക് അതിൽ സൈൻ ചെയ്യാൻ എന്തോ അറുപ്പുള്ള പോലെ. കാരണം ഇവനാണ് ലോകസുന്ദരൻ, ഇവനാണ് രാജകുമാരൻ എന്ന ചിന്തയിൽ കറങ്ങി നടക്കുന്നവനാണല്ലോ. ഇവര് ഡിവോഴ്സ് ചോദിക്കാം, പക്ഷെ അവന് ചോദിക്കാൻ പാടില്ല എന്നൊരു പിടിവാശിയിലാണ് ഇപ്പൊ അവനുള്ളത്. ഇവൻ ഇതൊക്കെ കേട്ട് ആകെ ടെൻഷനായി നെക്സ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഹീറോയിനെ കണ്ട് സംസാരിക്കാൻ തന്നെ വരുന്നുണ്ട്. വരുന്ന വഴി ഒരു പെണ്ണിന്റെ തലയിൽ കണ്ണാടിയൊക്കെ പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതില് വരെ അവന്റെ മുഖമൊക്കെ നോക്കി വേണ്ടുവോളം കണ്ട് തൃപ്തിപ്പെട്ടിട്ടൊക്കെയാണ് കേറി വരുന്നത്. അത്രയും ഒരു ലോകസുന്ദരനാണെന്നാണ് വിചാരം. അങ്ങനെ അവൻ കഥകിന്റെ അടുത്തേക്ക് വരുമ്പോ ഇവിടെ ഹീറോയിൻ ആണെങ്കില്, ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ എന്തിനാണാവോ ദൈവം ഇങ്ങനെ പടച്ചു വിടുന്നത്, അവന്റെ കയ്യിൽ നിന്ന് ഫസ്റ്റ് എങ്ങനെയെങ്കിലും ഡിവോഴ്സ് വാങ്ങിയെടുക്കണമെന്ന് അവള് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. കൂടെയുള്ള ഫ്രണ്ട് പയ്യനും, അതെ ഞാനും നിറയെ തവണ ആലോചിക്കാറുണ്ട്, നിങ്ങൾ എപ്പോഴും എത്ര സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കും, എന്നിട്ട് ഇങ്ങനെ ഒരു പിത്തം പിടിച്ചവന്റെ കയ്യിൽ വന്ന് പെട്ടുവല്ലോ എന്ന് ഓർക്കുമ്പോ ഇപ്പോഴാണ് എല്ലാം മനസ്സിലാകുന്നത്. നിങ്ങളുടെ തലയ്ക്ക് അടി കിട്ടി നിങ്ങളുടെ മെമ്മറീസ് എല്ലാം മറന്നു പോയല്ലോ എന്ന്. ഇനിയെങ്കിലും നിങ്ങൾ കുറച്ച് കോൺഫിഡന്റ് ആയിട്ടിരിക്കണമെന്ന് അവനും പറഞ്ഞു കൊടുക്കുവാണ്. നീ ഒരിക്കലും പേടിക്കണ്ട, തീർച്ചയായിട്ടും ഈ തവണ ഞാൻ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാനായിട്ട് പോകുന്നില്ല, നിന്നെയും ചേർത്ത് ഞാൻ നല്ല പോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞതും, ചേച്ചി എന്തിനാ ഈ അനിയനോട് ഇത്ര കരുണ കാട്ടുന്നേ, ആ സമയം ഉണ്ടെങ്കിൽ അയാളോട് രണ്ട് ചെന്ന് പറയുന്ന പറയുമ്പോ ഹീറോയിനാണെങ്കിൽ അവന് വാത്സല്യത്തോടെ തലോട് നോക്കിയുണ്ട്. ഇതെല്ലാം ഹീറോയാണെങ്കിൽ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പൊ പെട്ടെന്ന് കാറ്റ് വന്ന് കതവ് താനെ തുറന്നു വരുന്നുണ്ട്. ഇവനെ കണ്ടതും ഇവരാകെ ഷോക്ക് ആകുന്നുണ്ട്, ഇവര് കണ്ടെന്ന് കണ്ട അവനും ഷോക്ക് ആകുന്നുണ്ട്. എന്ത് പറ്റി, ഡിവോഴ്സ് പേപ്പറിൽ ഡയറക്റ്റ് ആയിട്ട് സൈൻ ഇടാൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പോ, എന്നെ എത്രയും പെട്ടെന്ന് തഴഞ്ഞു വിട്ടിട്ട് ഈ നരിന്ത് പയ്യനെ കല്യാണം കഴിക്കണം, അതല്ലേ നിന്റെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോ ആ പയ്യനാണെങ്കിൽ ഇത് കേട്ട് ടെൻഷൻ ആകുന്നുണ്ട്. എന്തു ആടോ എന്തു ഭ്രാന്ത് പോലെ പറയുന്നതെന്ന് ചോദിച്ച് തല്ലുപിടിക്കാനായിട്ട്
വരുമ്പോ ഹീറോയിൻ അവനെ പിടിച്ചു നിർത്തി വേണ്ടടാ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് സംസാരിച്ചു തുടങ്ങുവാണ്. ഡോ നിങ്ങളല്ലേ ആദ്യം ഡിവോഴ്സ് ചോദിച്ചത്, ഇപ്പോ ഞാൻ തന്നെ കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നീ ചോദിച്ച ഡിവോഴ്സ് തന്നെയല്ലേ തരുന്നത്? എന്നിട്ടിപ്പോ വട്ടുപോലെ എന്തൊക്കെയോ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് ആ പേപ്പറിൽ സൈൻ ഇടുന്നതാണ് നല്ലതെന്ന് പറയുമ്പോ കൂടെ ആ പയ്യനും എന്റെ ചേച്ചിയോട് നോക്കിയൊക്കെ സംസാരിച്ചോളെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോ ടെൻഷനായി അവനെ നോക്കി ഒന്ന് പോടർക്ക, ഞാൻ എന്റെ ഭാര്യയോടാണ് സംസാരിക്കുന്നത്, ഞാൻ എങ്ങനെ വേണമെങ്കിലും സംസാരിക്കും, നീ ആരാണത് പറയാനെന്ന് ചോദിച്ചതും ഓഹോ ഭാര്യയോ, ഇത്ര നാൾ കഴിഞ്ഞ് ഫസ്റ്റ് ടൈം ആണ് നിങ്ങളുടെ വായിൽ നിന്ന് ഈ വാക്ക് പുറത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോ ടൂ ലേറ്റ്, ഇനി ഇവിടെ നിന്ന് കുരച്ചിട്ട് ഒരു പ്രയോജനവും. പോയി നിങ്ങളുടെ പണി നോക്ക് മനുഷ്യന്ന് പറഞ്ഞ് അവള് ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി പോകുവാണ്. ഇവനാണെങ്കിൽ ആകെ നാണം കെട്ട് ആകെ ചൂളി പോകുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടേ ഇല്ല, നാണക്കേടെന്ന് പറഞ്ഞ് അവനിങ്ങനെ തല കുനിച്ച് നിൽക്കുമ്പോ പോയ ഹീറോയിൻ തിരികെ വന്നിട്ട് എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് പറയും. ഇത് കേട്ട് അടുത്ത സെക്കൻഡിലെ ഹീറോ കുറച്ച് ബിൽഡപ്പ് ഒക്കെ ഇട്ട് നിൽക്കുവാണ്. ഓഹോ ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ എന്റെ റേഞ്ച്, ഇപ്പോഴെങ്കിലും നിനക്ക് കുറച്ച് ബുദ്ധി വന്നല്ലോ എന്നെ വിട്ടു പോകരുതെന്ന് പറഞ്ഞതും ഹയ്യടാ മനസ്സിലിപ്പോ എന്തായാലും നന്നായിട്ടുണ്ട്, അതിനൊന്നും വേണ്ടിയല്ല ഞാൻ വന്നത്, എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്തോളാം, എനിക്ക് നിങ്ങളുടെ സൗകര്യത്തിനൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുവാണ്. ഇത് കേട്ട് ഹീറോ ആകെ നാണം കെട്ട് അപമാനപ്പെട്ട് തല കുനിച്ച് നോക്കി നിൽക്കുവാണ്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ അവസാനിക്കുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഈ പുതിയ ഡ്രാമ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് കോമഡിയും റൊമാൻസ് ഒക്കെ ഇതിൽ വരാനായിട്ട് കിടക്കുന്നുണ്ട്. അതെല്ലാം മറക്കാതെ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. എന്നാലേ ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലുള്ള വീഡിയോ കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും മറ്റു ചാനൽസും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഈ ഡ്രാമയുടെ മറ്റൊരു പാർട്ടുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.